Hi students, last day നമ്മൾ കൺസർവേഷനിലേക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കി. ദാറ്റ് ഈസ് ദ 2 types, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ലൊക്കേഷനിൽ തന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓ ഇഫ് യു ആർ മൂവിങ് ഓൺ ടു എനി അതർ ലൊക്കേഷൻ ആൻഡ് protecting them, it is called ex-situ. അതിൽ ഇൻസിറ്റു നമ്മൾ ഡിസ്കസ് ചെയ്തു about the national parks, wildlife sanctuary, biosphere reserve and green sanctuaries. Now moving on to the ex-situ methods. Okay, first ex-situ method is captive breeding. I am listing some of the ex-situ methods, that is captive breeding, gene bank, seed bank, zoos, aquaria, in vitro fertilization, cryopreservation, tissue culture, botanical garden. Okay, these all are ex-situ. ഇതെല്ലാം കാണുമ്പോൾ അറിയാം ഇതൊന്നും അവരുടെ ലൊക്കേഷനിൽ തന്നെയല്ല പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. വേറൊരു ഏരിയയിലേക്ക് നമ്മുടെ സ്പീഷീസിനെ കൊണ്ടുപോയി അവിടെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്ന, നോട്ട് അലോവിങ് ദം ടു ഗെറ്റ് എക്സ്റ്റെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ക്യാപ്റ്റീവ് ബ്രീഡിങ്. ക്യാപ്റ്റീവ് ബ്രീഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒരിടത്തുനിന്ന് ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ കാറ്റഗറീനെ എടുത്ത് വന്ന് വേറൊരു ലൊക്കേഷനിൽ കൊണ്ടുവന്ന് ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കും ഓൺ ക്യാപ്റ്റീവ് ലൊക്കേഷൻസ്. ദാറ്റ് ഈസ് they are under protection under our unit. Okay, that is first one. Gene banks means we are collecting the genes from the species of different animals and we are storing it for future generation. That is gene banks. Similarly, the seed banks. Gene banks mainly animals ne cheyyunnungi, plants ne cheyyunnana seed banks. Then zoos. Zoos നമുക്കറിയാം, നമ്മൾ പോയി കാണുന്നതാണ്, അല്ലെങ്കിൽ സുവോളജിക്കൽ ഗാർഡൻ എന്നും പറയും സൂവിനെ. ഓക്കെ, ദീസ് ആർ ഫെസിലിറ്റീസ് ഇൻ വിച്ച് ആനിമൽസ് ആർ housed in enclosures. എന്നിട്ട് പബ്ലിക് ഇത് കാണും, അവിടെ they may breed also. Such locations are called zoos. അതിനുള്ള എക്സാമ്പിളാണ് ട്രിവാൻഡ്രം സൂ നമുക്കറിയാം, അല്ലെങ്കിൽ അരിഞ്ഞ അണ്ണ സുവോളജിക്കൽ പാർക്ക്, ഓർ ദീസ് ആർ ചെന്നൈ. അതിൽ എല്ലാ സൂ നമുക്ക് എല്ലാവർക്കും അറിയാം. ദിസ് ഇസ് എ എക്സിറ്റു മെത്തേഡ്. നെക്സ്റ്റ് വൺ അക്വേറിയ. അക്വേറിയ ഈസ് ഓൾസോ ഫെമിലിയർ. നമ്മുടെ ഫിഷ് സ്പീഷീസിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു ഇൻ different location, that is aquaria. In vitro fertilization. In vitro fertilization means if we do not have a male species in a category, we are artificially inseminating the female with the gene of a male so that it will lead to breeding. ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഇൻസെമിനേഷൻ ചെയ്തെടുക്കുന്നു, അതിനെയാണ് ഇൻവിട്രോ എന്ന് പറയുന്നത്. അതും പുറത്തൊരു ലൊക്കേഷനിലാണ്. സോ ഇറ്റ് ഈസ് എൻ എക്സിറ്റു മെത്തേഡ്. Then cryopreservation, that is we are preserving these at minus 146 degrees Celsius. The genes of the different species are held at liquid nitrogen at minus 146 degrees Celsius. It is called cryopreservation. അങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും ജീൻസ് നശിച്ചു പോവാതിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടിഷ്യൂ കൾച്ചർ. വി ആർ യൂസിങ് ഓൺലി ദ ജീൻസ് ടു പ്രിപ്പയർ ദി അനദർ ഓർഗാനിസംസ്. വിത്തൗട്ട് ദി natural breeding process we are using tissue culture. And the next one, botanical garden. Botanical gardens are നമുക്കറിയാം പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. വിത്ത് ദ ബൊട്ടാണിക് നെയിം ഇറ്റ് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ എ ലൊക്കേഷൻ. ഓക്കെ, അതിന് സ്പെഷ്യലിസ്റ്റ് പ്ലാന്റ് കളക്ഷൻസ് ചെയ്യും. സ്പെഷ്യലിസ്റ്റുകളുണ്ടാവും. അവർ പ്ലാന്റ് പല കൺട്രിയിലെ പല പാർട്ടിയിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ട് ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ വിസിറ്റേഴ്സ് സർവീസ് ഉണ്ടാവും. നമുക്ക് വിസിറ്റേഴ്സിന് വന്ന് കാണാം, ടൂറിലും എഡ്യൂക്കേഷണൽ ഡിസ്പ്ലേസിലൊക്കെ വന്ന് കാണാം. അതുപോലെ മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ടായിരിക്കും ആ ഏരിയയിലൊക്കെ. നമുക്ക് മൈസൂരിലറിയാം botanical garden there is. Then Lal Bagh, ബാംഗ്ലൂരിലെ ലാൽ ബാഗ്, ആൻഡ് ജനറൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് is there at Trivandrum. These all are botanical gardens. സിമിലർലി ഇതേപോലെ തന്നെ കമ്മ്യൂണിറ്റി റിസർവ്സും ഉണ്ടാവും. കമ്മ്യൂണിറ്റി റിസർവ്സ് എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് ഓൺഡ് ലാൻഡ് ആയിരിക്കും. ഓക്കെ, അത് അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ആയിരിക്കും. അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഓക്കെ, these are the major ex-situ conservation techniques. First global environment issue discussed here is the ozone layer depletion. What is ozone layer depletion? നമ്മുടെ UV റേസ് നമ്മുടെ എർത്ത് സർഫസിലേക്ക് വരുമ്പോൾ അത് എർത്ത് സർഫസിലേക്ക് വരാനുള്ള ചാൻസ് തന്നെ ഓസോൺ ലെയറിൽ ഒരു ഹോൾ ഉള്ളതുകൊണ്ടാണ്. ദിസ് ഇസ് കോൾഡ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ദാറ്റ് ഈസ് വി ക്യാൻ സീ ഹിയർ. ഇതിൽ കണ്ടോ, ഇതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ്റെ പിക്ചറായിട്ട് വന്നത്. ഇത് അന്റാർട്ടിക്കിൻ്റെ ഒരു റീജിയനിൽ ഓസോൺ പാളി എന്ന് വെച്ചാൽ UV റേസ് തന്നെ എർത്തിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള ഒരു ലെയറാണ് ഓസോൺ ലെയർ. സോ ഡ്യൂ ടു ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്നു.
അങ്ങനെയാണ് യു വി റേസ് നമ്മുടെ എർത്തിലേക്ക് വരുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദി global environmental issue faced in Earth. That is first one, ozone layer depletion. These UV rays will cause skin cancer and immune system depression in humans. Skin cancer ഉണ്ടാക്കാം. UV rays നമുക്ക് എപ്പോഴും പ്രോൺ ആയി കഴിഞ്ഞാൽ പിന്നെ സ്കിൻ ക്യാൻസർ ഉണ്ടാവും. Similarly, our immune system will get suppressed. And this depletion of the ozone layer was identified first in during 1970 it was identified, and these are due to some of the man-made industrial chemicals like chlorofluorocarbon. CFC എന്ന് പറയപ്പെടുന്ന ഒരു കോമ്പൗണ്ട് കാരണമാണ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ കൊണ്ടാണ് നമുക്ക് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാകുന്നത്. ആൻഡ് ദീസ് CFCs എങ്ങനെ നമുക്ക് യൂസിൽ വരുന്നത്? ബിക്കോസ് ദേ ആർ യൂസ്ഡ് ഇൻ എയറോസോൾ സ്പ്രേ, റെഫ്രിജറേറ്റർ, ദെൻ മാനുഫാക്ചറിങ് പ്ലാസ്റ്റിക് ഫോംസ്, അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് നമുക്ക് CFC കോമ്പൗണ്ട്സ് വരുന്നത്. സോ ഇത് ട്രോപ്പോസ്ഫിയറിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഇന്നർ ടു ട്രോപ്പോസ്ഫിയർ, ബട്ട് ദേ വിൽ ഗെറ്റ് ട്രാൻസ്പോർട്ടഡ് ടു ദ സ്ട്രാറ്റോസ്ഫിയർ where our ozone layer is present, and it will deplete the ozone layer because chlorine ഉണ്ടല്ലോ, chlorofluorocarbonലെ chlorine will react with the ozone component and break down into oxygen. Ozone O3 ആണ്. O3യെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ക്ലോറിനും ozone കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ റിലീസ് ഓക്സിജൻ ആൻഡ് വിച്ച് ഡു നോട്ട് അബ്സോർബ് UV റേസ്. O3 ആയിരുന്നെങ്കിൽ UV റേസിനെ അബ്സോർബ് ചെയ്യുന്നതാണ്. ബട്ട് ആസ് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ടു O2 ഇറ്റ് കാൺ അഗെയിൻ അബ്സോർബ് UV റേസ് ആൻഡ് ഇറ്റ് വിൽ enter our earth and cause the cancer and other cataract diseases. So for these all, ഇത് ഇങ്ങനെ നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടായാൽ തന്നെ ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദി ത്രൂ ദ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വർക്ക് ഇറ്റ് വിൽ ബി ട്രാൻസ്പോർട്ട് ടു അതർ ലിവിങ് ഓർഗാനിസം. സോ we signed a Montreal Protocol on 1987, that is a treaty for the protection of ozone layer. That is അതിൽ നമ്മൾ പറഞ്ഞ ആ മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ നമ്മളെടുത്ത ഡിസിഷനാണ് വി വിൽ റെഡ്യൂസ് ദി യൂസ് ഓഫ് CFC by the year 2000. CFCയുടെ യൂസ് കുറയ്ക്കുന്നു. ആൻഡ് വി ആർ നൗ മൂവിങ് ഓൺ വിത്ത് ദാറ്റ് ബിക്കോസ് വി ആർ നോട്ട് യൂസിങ് CFC in our refrigerator or aerosol sprays or any on manufacturing plastic forms. Okay, this is what is the first environmental issue, ozone layer depletion. ഇപ്പോൾ ഇതിനകത്ത് ഓസോൺ ലെയർ എന്താണ് എന്ന് പറയണം. അതിനുള്ള കാരണമായ CFC അതെന്ത് ചെയ്യുന്നു? ഓസോണിനെ ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, വിച്ച് ഡസ് നോട്ട് അബ്സോർബ് ദി UV rays. ആൻഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദീസ് ozone layer we have moved to a new protocol, that is Montreal Protocol, that is reduce the use of CFCs. These all are discussed. Next global environmental issue is the greenhouse effect. Greenhouse effect എന്ന് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. This is what is simply പറയുകയാണെങ്കിൽ this is just a warming of the earth's surface. That is when sun's energy is reaching our atmosphere, soon it gets reflected back to the space and absorbed in a greenhouse gases. Greenhouse gas ആയ carbon dioxide, water, methane, nitrous oxide, ozone and other artificial chemicals ഉണ്ട് CFC പോലെ തന്നെ. These all will absorb the heat which are transmitted back to the atmosphere. എർത്തിലേക്ക് വന്ന UV റേസിലെ തിരിച്ചു പോകാതെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ് ചെയ്ത് വയ്ക്കും, വിച്ച് വിൽ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ to about 33 degrees Celsius warmer than otherwise. Otherwise ഒരു 33 എത്രയാണ് ടെമ്പറേച്ചർ, അതിനേക്കാളും ഒരു 33 ഡിഗ്രീസ് വാർമർ ആയിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും, സൺസിൻ്റെ ഹീറ്റിനെ നിലനിർത്തിക്കും. അങ്ങനെ ഉണ്ടാവുന്ന എഫക്റ്റാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളാണെങ്കിൽ നമ്മുടെ കുറേ ആക്ടിവിറ്റീസ്, ബേണിംഗ് ഫോസിൽ ഫ്യൂവൽസ്, അഗ്രികൾച്ചർ ആൻഡ് ലാൻഡ് ക്ലിയറിംഗ് ഒക്കെ ചെയ്തിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എണ്ണം കൂട്ടുക. ദാറ്റ് ഇസ് കാർബൺ ഡയോക്സൈഡിൻ്റെ ക്വാണ്ടിറ്റി വി ആർ ഇൻക്രീസിങ് ബൈ അവർ ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ഓർ ബൈ ദ ബേണിംഗ് ഓഫ് ദ ഫോസിൽ ഫ്യൂവൽസ്, എവറിത്തിങ് വി ആർ എൻഹാൻസിങ് ഇറ്റ് ആൻഡ് ദിസ് ഇസ് കോൾഡ് എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇങ്ങനെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടി വരുമ്പോൾ നോർമലി ദ ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത് വിൽ ഇൻക്രീസ്, ദാറ്റ് വിൽ ലീഡ് ടു ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, ഗ്ലോബലായിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടി ഇറ്റ് വിൽ ലീഡ് ടു ഗ്ലോബൽ വാർമിംഗ്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ അബ്സോർബ് ദി IR റേഡിയേഷൻ. ഇൻഫ്രാറെഡ് റേഡിയേഷനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ് ചെയ്യുന്നു. ദീസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ വിൽ അലൗ ദ സൺലൈറ്റ് ടു പെനട്രേറ്റ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് വിച്ച് ആർ അബ്സോർബ് ബൈ ദി എർത്ത് സർഫസ്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ദി ഗ്ലോബൽ വാർമിംഗ്. ഇനി ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് എന്തൊക്കെ എഫക്ട്സാണ് ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ്
sea level increases. Global warming കൂടുമ്പോൾ normally the temperature will increase. As the temperature will increase, the ice caps or the glaciers on the top mountain region will get melted and will turn into the ocean or the sea. Thermal expansion ഉണ്ടാവും അങ്ങനെ സീയിൽ. Similarly, the sea level also get increase. This is one of the effects. Second one is high carbon dioxide level ഉണ്ടാവും. ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നതെങ്കിൽ absolutely there will be high carbon dioxide level and which will have a long-term negative level on the crop production and forest growth. ഫോറസ്റ്റിൻ്റെ വളർച്ചയ്ക്കും അതേപോലെ ക്രോപ്പ് പ്രൊഡക്ഷനും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഡ്യൂ ടു ഹയർ കാർബൺ ഡയോക്സൈഡ് കണ്ടന്റ്. തേർഡ് വൺ is global rainfall pattern will change. റെയിൻഫോൾ പാറ്റേൺ തന്നെ മാറും എന്ന് വെച്ചാൽ ആസ് ദ സീ ലെവൽ ഓർ ദി മെൽറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഫ്ലഡ്സ് വിൽ ഇൻക്രീസ്. മെൽറ്റിംഗ് ഓഫ് caps, ice caps or the glaciers will lead to floods, and sometimes due to the draining of water it will lead to droughts too. So these are the global rainfall pattern changes. Okay, then the fourth one, adapt ചെയ്യാൻ പറ്റാണ്ടാവും. Once the plants and animals were in one of the climate, as the climate changes they will not be able to adapt to the new changes. This will lead to the extinction of the plants and animals. This is the another cost of global warming. And last, due to the floods and drought becoming frequent, the temperature of the earth will increase and the earth will become much warmer, and also it will lead to some waterborne diseases. These are some of the effects of global warming. So water level increases, carbon dioxide level will increase, global rainfall pattern is changing, that is raising temperature, then extinction of plants and animals due to the problem of adapting, and also due to the frequent floods and droughts the temperature of earth is increasing. These are some of the effects of global warming. And what can be taken to avoid this global warming? That is, the measures to check global warming are plant more trees, afforestation ചെയ്യുക, so that carbon dioxide will be held on with the plants itself, and we will be saved from the increasing carbon dioxide level, which will lead to increased temperature. Then shifting from coal to natural gas. Burning of fossil fuels is one of the cause for the increase in the carbon dioxide level. So if we are moving on to the natural gas instead of coal, it will be the better option. Then stabilizing the population growth. As the population is increasing, the carbon dioxide level is increasing due to the transportation and all other means, due to the deforestation, everything. And it can be reduced by controlling the population. Remove efficiently carbon dioxide from the smoke stocks ഉണ്ടാവും, ചിമ്മിനി പോലെ, അതിൽ നിന്ന് ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ആവുന്നുണ്ട്. ഇഫ് വി ആർ റിമൂവിങ് ദാറ്റ് ഇൻ എ ബെറ്റർ മാനർ, അതിനകത്തെ പെർട്ടിക്കുലർ മാറ്ററിനെയൊക്കെ മതിയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദി എഫക്റ്റീവ്ലി കാർബൺ ഡയോക്സൈഡ്. ദെൻ റിമൂവൽ ഓഫ് അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡ് ബൈ യൂസിങ് ദി photosynthetic algae. These are some of the ways in which we can check the global warming. The points which I have discussed before are given here. Effects: sea level increase, high carbon dioxide level, global rainfall patterns, lower plant and animal adaptation to the environment, frequent floods and droughts. These are the effects. Similarly, എന്തൊക്കെ മെഷേഴ്സ് എടുക്കാം? അഫോറസ്റ്റേഷൻ ചെയ്യാം, സ്റ്റെബിലൈസ് പോപ്പുലേഷൻ ഗ്രോത്ത്, റിമൂവ് അറ്റ്മോസ്ഫിയർ കാർബൺ ഡയോക്സൈഡ് വിത്ത് സിന്തറ്റിക് ആൽഗെ. വി ക്യാൻ യൂസ് ആൽഗെ ടു absorb this carbon dioxide. Carbon dioxide fixation crops ഒക്കെ ഉണ്ട്. So by using that we can reduce the global warming, and also changing from the fossil fuels to the any natural renewable ആയിട്ടുള്ളതിലേക്ക് മാറുക. Okay, these are the ways in which we can reduce the global warming. And next one is the climate change. ക്ലൈമറ്റ് ചേഞ്ചിന് പല കാരണങ്ങളുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരു മേജർ ഫാക്ടറാണ് ഇൻ ദി ക്ലൈമറ്റ് ചേഞ്ച്. ദ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വെച്ചാൽ ആവറേജ് വെതർ ഓഫ് ആൻ ഏരിയനെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ജനറലി ദ വെതർ കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു സീസണൽ വേരിയേഷൻ എന്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു, അതിൽ നിന്നൊരു സീസണൽ വേരിയേഷൻ ഉണ്ടാകുന്നതിനെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയാം. ഓക്കെ, ദ കോസസ് ആർ പ്രസൻസ് ഓഫ് greenhouse gases in the atmosphere, which will later increase the global temperature. Second one is ozone layer depletion.
Ozone layer depletion കാരണം the UV rays will enter our earth and it will be getting trapped by the greenhouse gases and increase the temperature. These are the reasons for the climatic change. And what it will cause? It will disturb the agriculture as a whole. ക്ലൈമറ്റിനനുസരിച്ചാണ് പല ക്രോപ്സും നമ്മൾ നടുന്നത്. So if the climate changes drastically, the agriculture practice or agriculture crops will get affected. That is the first effect. Second, upset the hydrological cycle. There is a hydrological cycle, that is water is evaporating, moving on to the atmosphere, and through the rainfall it will be reaching back to the earth. ഇങ്ങനെ ഒരു സൈക്കിളിലാണ് നമ്മളുടെ water cycle പോകുന്നത്. That is hydrological cycle. It will get upset with the climate change. Disturb the global patterns of the winds and ocean current. Ocean currents and winds will be affected by the climate changes. So these are the major causes. Greenhouse gases and ozone layer depletion are the causes for the change of climate, and also it will thereby affect the agriculture, hydrological cycle, and also the pattern of winds and ocean currents. And the next one is acid rain. What is meant by acid rain? It means that നമ്മൾ ഫോസൽ ഫ്യൂൽസ് എല്ലാം ബേൺ ചെയ്യുന്നു. ഫോസൽ ഫ്യൂൽസ് മീൻസ് കോൾ അല്ലെങ്കിൽ ഓയിൽ ഓർ നാച്ചുറൽ ഗ്യാസ് ബേൺ ചെയ്യുന്നു. On burning these, it will release some of the chemicals like carbon dioxide, sulfur dioxide or the nitrogen dioxide to the atmosphere. Okay, and this sulfur dioxide and the nitrous oxide will react with the water in the atmosphere. Atmosphere വെള്ളമുണ്ട്, അപ്പോൾ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് it will create sulfuric acid, nitric acid and some harmful pollutants. So this will be spreading upward in the atmosphere and return back into the ground in the form of rain. മഴ പെയ്യുമ്പോൾ ഇതായിട്ടായിരിക്കും നമ്മുടെ കരയിലേക്ക് എത്തുന്നത് ഓർ എർത്തിലേക്ക് എത്തുന്നത്. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് നൈട്രിക് ആസിഡ്, ബോത്ത് ആർ ആസിഡ്. ആൻഡ് ആസിഡിൻ്റെ ഫോമുല റെയിൻ വീഴുന്നത് തന്നെയാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ആസ് വി ആർ ബേണിംഗ് ദ ഫോസൽ ഫ്യൂൽസ്, the carbon dioxide and the nitrous oxide and nitrogen dioxides are formed. It will react with the water and form sulfuric acid and nitrous acid, which will fall onto the earth through the rain, is called acid rain. So ഇങ്ങനെ ആസിഡ് റെയിൻ ഉണ്ടാകുന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നത്? ദർ ആർ ഗ്രേറ്റർ എൻവയോൺമെൻറ്റൽ ഡാമേജ്. വി ഓൾ നോ ആസിഡ് വീഴുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കോസിങ് മെനി problems on the earth. What are they? It dissolves and washes away nutrients. If the acid rain falls on our earth, it will dissolve some of the major nutrients of the present in the earth, and it will wash away those nutrients. That is one of the keys. Second, pollute the water bodies. The acid rain flowing on to the groundwater കൂടെ അത് ലേക്സിനും റിവേഴ്സിനും വെറ്റ്ലാൻഡ്സിലൊക്കെ എത്തും. ഇങ്ങനെ എത്തുമ്പോൾ ആ വാട്ടർ എല്ലാം അസിഡിക് ആയി മാറുന്നു. നോർമൽ വാട്ടേഴ്സ് വിൽ ബിക്കം അസിഡിക് ആൻഡ് ദി ആനിമൽ ലൈഫ് ആൻഡ് ദി പ്ലാന്റ് ലൈഫ് ഓൺ ദി അക്വാട്ടിക് എക്കോസിസ്റ്റം ഇസ് ഗെറ്റിംഗ് എഫക്റ്റഡ് ആൻഡ് ഗെറ്റിംഗ് കിൽഡ്. സംടൈംസ് അത് നശിച്ചു വരെ പോകാനുള്ള കാരണമാവും acid rain. That is the second one, polluting the water bodies. Next, it will affect the wildlife and endanger them. Some of the wildlife animals will be affected with acid rain, and which will move on to the others through the food chain and the food web, resulting in the entire ecosystem endangering ഉണ്ടാവും. This is a third effect. And the fourth one, damages buildings and automobiles അല്ലെങ്കിൽ ബിൽഡിങ്സിൽ ആസിഡ് റെയിൻ വരുമ്പോൾ ബിൽഡിങ്, ഓട്ടോമൊബൈൽ, അതർ സ്ട്രക്ചേഴ്സ് ഒക്കെ കല്ലുകൊണ്ടും അതേപോലെ മെറ്റൽസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതിലേക്ക് ആസിഡ് വീഴുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് കൊറോഡഡ്, ദ മെറ്റീരിയൽസ് ഗെറ്റ് കൊറോഡഡ് ആൻഡ് വിൽ റൂയിൻ ദോസ് ബിൽഡിങ്സ്. ഫോർ എക്സാമ്പിൾ ഇത് താജ്മഹലിനെയാണ്. താജ്മഹൽ ആദ്യം ഇങ്ങനെ ഇരുന്ന താജ്മഹൽ ഹാസ് ചേഞ്ച് ഇറ്റ്സ് കളർ. വൈ? Because of the acid rain. This nitrous oxide reacting with the water and also the sulfur oxide reacting with water releases the sulfuric acid and nitric acid, causing the color change of the Taj Mahal. This is the effect of acid rain. Similarly, Parthenon in Greece, they are also affected by the acid rain. It is also a monument in Greece, Parthenon. This was also affected by the acid rain. So what we can do is, ഇതിൽ നമ്മൾ എങ്ങനെ ആസിഡ് റെയിൻ പ്രിവെൻറ്റ് ചെയ്യും? വി ഷുഡ് റെഡ്യൂസ് ദി കൺസപ്ഷൻ ഓഫ് ഫോസിൽ ഫ്യൂൽസ്. വി വുഡ് മൂവ് ഫ്രം ദി ഫോസിൽ ഫ്യൂൽസ് ടു എനി റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് ന്യൂക്ലിയർ ആക്സിഡൻറ്റ് ഓർ ദി ന്യൂക്ലിയർ ഹോളോകാസ്റ്റ്. ഇതാണ് ഹിരോഷിമ ആൻഡ് നാഗസാക്കിയിൽ നടന്നത്. അത് ഉണ്ടാക്കിയതാണെങ്കിലും USA ഹാസ്
intentionally done this nuclear accident, but still it causes many environmental issues. We can say this is one of the nuclear accidents. This is an accident. ഒരു ന്യൂക്ലിയർ പ്ലാന്റ് നശിക്കപ്പെടുന്ന ഒരു പിക്കാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ റിലീസ് മെനി harmful gases into the atmosphere, and also the temperature of the atmosphere will increase. So this is causing environmental damage. So today we have discussed some of the global environmental issues like how ozone layer depletion, greenhouse gas, global warming, climate change, acid rain and nuclear accident. So today നിങ്ങൾ എഴുതേണ്ട ഒരു ചെറിയ നോട്ട് പോലെ ഉണ്ടാക്കേണ്ടത് what is meant by global warming and what are its effects and how we can resolve that. That is measures taken to check the global warming. Okay, so we can move. So I hope that you all understood this. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ കാര്യങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, in personal chat you can ask. So this is the nuclear accident and acid rain and the climate change, global warming. So these were the ones discussed were the global environmental issues. Similarly, there are local environmental issues. Which are they? The first one is landscape alteration. Landscape alteration are the first local environmental issues. What is meant by landscape alteration? It refers to the functional arrangement of landscape elements or characteristics in order to attain efficiency, functionality, compatibility and aesthetic. Landscaping എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു എൻവയോൺമെൻറ്റിന് ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാവുന്നത്. ലാൻഡ്സ്കേപ്പിൽ പല കാര്യങ്ങളുണ്ടാവും, അതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ടാമ്പേർഡ് ഡ്യൂ ടു മാൻസ് ഈച്ച് പേർപ്പസ്, ഓരോ ആർത്രോപജിക് ഫാക്ടേഴ്സ് കൊണ്ട് ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഓൾട്ടേർഡ് ഇറ്റ് ഈസ് കോൾഡ് ലാൻഡ്സ്കേപ്പ് ഓൾട്രേഷൻ. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ലാൻഡ്സ്കേപ്പിനെ മാറ്റുന്നു. ദാറ്റ് ഇസ് ലാൻഡ്സ്കേപ്പ് ഓൾട്രേഷൻ. ലാൻഡ്സ്കേപ്പിംഗ് ഇമ്പാക്ട് vary both in intensity and scale from one place to another depending on the magnitude of landscaping projects or the available characters or elements that are used for environmental beautification. നമ്മൾ ലാൻഡ്സ്കേപ്പിന് നമുക്ക് എൻവയോൺമെൻറ്റ് ഭംഗിയായി കാണാൻ വേണ്ടി പല രീതി മാറ്റുന്നു. അത് എല്ലാം മാൻമെയ്ഡാണ്. അപ്പം ഇതിൻ്റെ പ്രശ്നങ്ങൾ വെച്ച് നമ്മളുടെ ഇഷ്ടത്തിന് മാറ്റുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് സം നെഗറ്റീവ് ഇമ്പാക്ട്സ് ലൈക്ക് ഡിഫോറസ്റ്റേഷൻ, പൊല്യൂഷൻ ആസ് വെൽ ആസ് മോഡിഫിക്കേഷൻ ഓഫ് ദി എക്കോസിസ്റ്റം. കുറേ ചേഞ്ചുകൾ വരുന്നു നെഗറ്റീവായിട്ട്. പോസിറ്റീവായിട്ട് വരുന്ന ചേഞ്ചസ് ആണ് സോഷ്യോ എക്കണോമിക് എഫക്ട്സ്. ദാറ്റ് ഈസ് അവർ കൾച്ചർ ആൻഡ് നേച്ചറിനെ നല്ല ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇനീഷ്യേറ്റീവ് ഫോർ ദ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇംപ്രൂവ്ഡ് കൺസേൺ ഫോർ ദ അർബൻ അപ്പിയറൻസ്, അർബൻ ഏരിയാസ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യും. എൻവയോൺമെൻറ്റ് കണ്ടീഷൻസ് ഇംപ്രൂവ്ഡ് ആകും. ആൻഡ് ഓൾസോ എസ്റ്റേറ്റ് മാനേജ്, ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പല പല സ്പെഷ്യലിസ്റ്റ് ആൾക്കാരായിരിക്കും. ഹോർട്ടിക്കൾച്ചറിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ്, എൻവയോൺമെൻറ്റലിസ്റ്റ്, അതുപോലെ പ്ലാനേഴ്സ്, സ്കൾപ്ചേഴ്സ് ഒക്കെ ആയിരിക്കും ഒരു ലാൻഡ്സ്കേപ്പ് ഓൾട്ടറിങ് ചെയ്യുന്നത്. ദിസ് ഇസ് വൺ ഓഫ് ദി ലോക്കൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് ക്വാറിയിങ്. ക്വാറിയിങ് മീൻസ് ഇറ്റ് ഈസ് ദ എക്സ്ട്രാക്ഷൻ ഓഫ് റോക്ക് യൂസിങ് ഓപ്പൺ കാസ്റ്റ് ടെക്നിക്സ് ആൻഡ് ലീവിങ് ലാർജ് ഹോൾസ് ഓൺ ദി ഗ്രൗണ്ട്. റോക്കിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പല മെഷീൻസ് ഉപയോഗിച്ച് നമ്മൾ റോക്കിനെ എക്സ്ട്രാക്ട് ചെയ്യും. ബട്ട് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഹ്യൂജ് ഓർ ലാർജ് ഹോൾസ് ഓൺ ദ എർത്ത്. ദിസ് ഇസ് എ പ്രോസസ് വിച്ച് ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. പല സ്റ്റെപ്പുണ്ട്. ആദ്യം നമ്മൾ ഒരു ഏരിയ കണ്ടുപിടിക്കും, ഒരു ഓറുള്ള, ഇപ്പം അയണിൻ്റെ ഓറുള്ള ഒരു ഏരിയ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ വി വിൽ മൂവ് ടു ദി ആക്ച്വൽ എക്സ്കവേഷൻ ഓഫ് ദീസ് മിനറൽസ് ഫ്രം ദ ഗ്രൗണ്ട്. ദിസ് അയൺ ഓറിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സ്കവേഷൻ മെത്തേഡ്സ് സ്റ്റാർട്ട് ചെയ്യും. അത് പല രീതിയിലായിരിക്കും. എന്ത് എലമെൻറ്റിനെയാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, അതെന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും, റിക്ലെയിം ചെയ്യും. ആ ക്വാറി സൈറ്റിനെ എപ്പോഴും റിക്ലെയിം ചെയ്യും. വേറെ യൂസിന് വേണ്ടിയിട്ട് ആ ലാൻഡ് വേണമല്ലോ, അപ്പോൾ നമ്മൾ അതൊക്കെ മൂടി നോർമലാക്കും. ദെൻ റിട്ടേണിങ് ദ ലാൻഡ് ആഫ്റ്റർ ദ ക്വാറിയിങ് ഈസ് ഡൺ. ആൻഡ് പക്ഷേ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ലാൻഡ് ഫുൾ ഡിഗ്രേഡ് ആവുക. ചിലപ്പോൾ നമ്മുടെ ഓറായിട്ടുള്ള അയൺ ഓർ കിടക്കുന്ന നല്ല അടിത്തട്ടിലാണെന്ന് വെച്ചോ, എന്നാൽ നമ്മൾ കുഴിച്ച് ആ അടിത്തട്ട് എത്തുമ്പോഴേക്ക് പല മിനറൽസും ഇതിൻ്റെ മുകളിലുണ്ടാവും. But we are discarding each minerals. We are just ignoring them. And we are നമ്മുടെ ആവശ്യത്തിൻ്റെ ഓറ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം മൂടിയിടും. So many of the minerals gets depleted. This is one of the other local environment issue, that is quarrying. So for today നമ്മൾ രണ്ട് ലോക്കൽ എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് വെച്ച് എൻഡ് ചെയ്യാണ്. ദാറ്റ് ഇസ് ലാൻഡ്സ്കേപ്പ് ഓൾട്രേഷൻ ആൻഡ് quarrying.
So today we have discussed from the starting what were the ex situ techniques of conservation of biodiversity, then some of the global environmental issues. It is about 6 global environmental issues and 2 local environmental issues like landscaping, alteration and also quarrying. So എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി global warming effects and the measures to curb this global warming. Okay, so that's all for the day. If you have any doubts, message, so we can meet in the next lecture. Thank you.